കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. കണ്ടിവെണ്ണ കലർത്തി വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുൻപ് അവന് കണ്ടിവെണ്ണ കലർത്തി വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു എന്ന് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ കയ്പ് കലർത്തി വീഞ്ഞ് എന്നാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന ആളുകളുടെ വേദന ലഘൂകരിക്കാൻ വേണ്ടി അല്പം മയക്കമുണ്ടാകുന്ന പാനീയം കൊടുക്കുന്ന പതിവ് പടയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് മാനവജാതിയുടെ പാപത്തിന്റെ വിമോചനത്തിനു വേണ്ടി പരമയാഗമാകാൻ വന്നതുകൊണ്ട് അവൻ ആ പാനീയം മനസ്സോടെ നിരസിച്ചു. കർത്താവ് ക്രൂശിൽ വേദന നമുക്ക് വേണ്ടി സഹിക്കുകയായിരുന്നു. കറുപ്പ് ചെടിയിൽ നിന്നെടുക്കുന്ന കറയാണ് ഈ കണ്ടിവെണ്ണ എന്നൊരു പ്രബലമായ വാദം നിലവിലുണ്ട്. പപ്പാവർ സോമരിഫറം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന റോഫ് എന്ന എബ്രായ നാമമുള്ള ഈ സസ്യം 3 അടിയോളം ഉയരത്തിൽ വളരുന്നു. വിവിധ നിറങ്ങളിലുള്ള പൂക്കളുള്ള സസ്യങ്ങൾ നിലവിലുണ്ട്. ദളങ്ങൾ കൊഴിയുമ്പോൾ അനാവൃതമാകുന്ന കായിൽ മുറിവുണ്ടാക്കി ഊറി വരുന്ന വെളുത്ത ദ്രാവകം ഉണക്കി ശേഖരിക്കുന്നു. ഇത് വേദന സംഹാരിയായും ഔഷധമായും മയക്കുമരുന്നായും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ കണ്ടിവെണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അത് കർത്താവ് നിരസിച്ചു. നമ്മുടെ പാപത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി മനസ്സോടെ കർത്താവ് സുബോധത്തോടെ ആ വേദനകൾ സഹിക്കുകയായിരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.